എന്നതാ എന്നതാ പിള്ളേരെ? അയ്യോ, എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? അങ്ങോട്ടേക്ക് വന്ന വല്യമ്മച്ചി കാര്യം അന്വേഷിക്കുമ്പോഴാണ് അലക്സിന്റെ അടുത്ത് കരഞ്ഞു തളർന്നു നിൽക്കുന്ന അമ്മൂനെ കാണുന്നത്. അവർ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നതാ മോളെ, എന്നതിനെ ഇങ്ങനെ കരയുന്നേ? അവർ ആവലാതിയോടെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും റോസിയമ്മയെ അമ്മൂന്റെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അമ്മൂന്റെ കവളിൽ തിണർത്ത് കിടക്കുന്ന പാട് റോസിയമ്മ കാണുന്നത്. അയ്യോ, മോളുടെ കവളിൽ എന്നാ പറ്റിയതാ? തിണർത്ത് കിടക്കുവാണല്ലോ. റോസിയമ്മ പരിഭ്രമത്തോടെ ചോദിച്ചതും എല്ലാവരും അവളുടെ കവളിലേക്ക് നോക്കി. അലക്സിന്റെ കയ്യിലെ 3 വിരൽപ്പാട് വ്യക്തമായി കാണാമായിരുന്നു. അത് കണ്ടപ്പോ തന്നെ അലക്സ് അവളെ തല്ലിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അലക്സേ! വല്യപ്പച്ചന്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും അലക്സിനെ ശ്രദ്ധിക്കുന്നത്. നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ട്. ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അവന്റെ ആ അവസ്ഥ കണ്ടപ്പോ തന്നെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കെല്ലാം മനസ്സിലായിരുന്നു. വല്യപ്പച്ച അലക്സിന്റെ അടുത്തേക്ക് ചെന്നു. എന്നതാടാ പ്രശ്നം? നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് അവളെ തല്ലണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് വല്യപ്പച്ചനറിയാം. എന്നതാടാ പ്രശ്നം? മക്കൾ വല്യപ്പച്ചനോട് പറ. അതിന് മറുപടിയായി അലക്സ് അമ്മുവിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവന്റെ നോട്ടത്തിൽ പതറി അവൾ തലകുനിച്ചു നിന്നു. നീ എന്നതാടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കുറച്ചു നേരമായതല്ലേ ഉള്ളൂ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നിട്ട്, അതിനിടയിൽ എന്നതാ ഉണ്ടായേ? അമ്മൂനെ തന്നെ തറപ്പിച്ചു നോക്കി നിൽക്കുന്ന അലക്സിനെ കണ്ട് മിക്കിയപ്പ ചോദിച്ചു. അപ്പോഴും അവൻ മൗനമായി നിൽക്കുകയാണ് ചെയ്തത്. ഡാ, നിന്നോടാ ചോദിച്ചത് എന്നതാ പ്രശ്നമെന്ന്. നീ എന്നാത്തിനാ കൊച്ചിനെ തല്ലിയതെന്ന് പറയുന്നുണ്ടോ അലക്സേ? അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മാത്യു ചേൻ അവന്റെ തോളി പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ആ, തല്ലി. ഇതുപോലെ അഹങ്കാരം കാണിച്ച ഇനിയും കൊടുക്കും. പിന്നെ ഞാൻ എന്നെ വേണമായിരുന്നു. നാളെ കല്യാണമായിട്ട് ഇവൾ ഇവിടെ ചാവാൻ നടക്കുക. ഇവളെ ഞാൻ എന്തു ചെയ്യണം? വിറച്ചുകൊണ്ട് പറയുന്ന അലക്സിന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത്. അവർ വിശ്വാസം വരാത്ത പോലെ അമ്മൂനെ നോക്കി. നീ എന്നതാ അലക്സ് ഈ പറയുന്നേ? അമ്മുമോൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? വിശ്വാസം വരാത്തതുപോലെ മിക്കപ്പ വീണ്ടും അവനോട് ചോദിച്ചു. അതേപ്പ, ഒരു നിമിഷം ഞാൻ വരാൻ വൈകിയിരുന്നെങ്കിൽ? ബാക്കി പറയാതെ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. എന്നാത്തിന് അവള് മരിക്കാൻ ശ്രമിക്കുന്നേ? കുറച്ചു മുമ്പ് വരെ സന്തോഷത്തോടെ ഇരുന്ന എന്റെ കൊച്ച് ഒരു കാരണമില്ലാതെ മരിക്കാൻ ശ്രമിക്കില്ല. എന്നാ കാണുമെന്ന് പറ അലക്സേ. വല്യമ്മച്ചി പരിഭ്രാന്തിയോടെ ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. അലക്സേ, നിന്നോടാ ചോദിച്ചത്. എനിക്കറിയില്ല വല്യമ്മച്ചി, എന്നതാ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വരുമ്പോ ഇവൾ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ ഞാൻ കണ്ടത്. എന്നതാന്നറിയാൻ വേണ്ടിയാ ഞാൻ ഇവളുടെ പിന്നാലെ ചെന്നത്. ടെറസിൽ ചെന്ന് കുറച്ചുനേരം മിണ്ടാതെ നിൽക്കുന്ന കണ്ട് അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾ ഇതിന്റെ മുകളിൽ കയറുന്നത് കണ്ടത്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. എങ്ങനെയാ ഓടി വന്ന് പിടിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എത്ര ചോദിച്ചിട്ടും അവൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. വല്യമ്മച്ചി ഗൗരവത്തോടെ ചോദിച്ചതും അലക്സ് ആദ്യം ദേഷ്യത്തോടെയും പിന്നീട് സങ്കടത്തോടെയും പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും വിഷമത്തോടെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നാൽ ഇതെല്ലാം കേട്ട് എൽസമ്മ ഭയത്തോടെയാണ് നിന്നത്. അമ്മുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്നാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെയായ നാൻസി പറഞ്ഞതുപോലെ അവൾ ആരുടെയെങ്കിലും കൂടെ പോയതാണെന്ന് വരുത്തി തീർത്തേനെ. കല്യാണം മുടങ്ങാതിരിക്കാനായി അലക്സിന് നാൻസിയെ കല്യാണം കഴിക്കേണ്ടിയും വന്നേനെ. ഇതിപ്പോ എല്ലാം കയ്യിന്ന് പോയി. അലക്സും മാത്യുച്ചാനും സത്യം അറിഞ്ഞ് എന്താ ഉണ്ടാകുമെന്ന് അറിയില്ല. അമ്മൂനെ അവനിൽ നിന്ന് ഞാൻ അകറ്റാൻ നോക്കിയെന്നറിഞ്ഞ അവൻ ഒരിക്കലും എന്നോട് പൊറുക്കില്ല. മാത്യുച്ചാനും ഇവിടെയുള്ള മറ്റുള്ളവരും ആരും തന്നോട് ക്ഷമിക്കില്ല. എൽസമ്മ ഭയത്തോടെ മനസ്സിലോർത്തു. എന്നതാ മോളെ, എന്നതാ പ്രശ്നം? എന്നതാണേലും നീ ഞങ്ങളോട് പറ. വീട്ടിൽ നിന്ന് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്നത്തിനാ മോൾ ഇങ്ങനെ ചെയ്യാൻ പോയേ? വല്യമ്മച്ചിയുടെ ആകുലതയോടെയുള്ള ചോദ്യം കേട്ടിട്ടും അവൾ മൗനമായി നിന്ന് കണ്ണീർ പൊഴിച്ചതേ ഉള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറ മോളെ. നിന്നെ ഞാൻ എന്റെ സ്വന്തം പെങ്ങളായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇച്ചായനോട് പറ മോളെ, എന്നതാ പ്രശ്നം? വല്യമ്മച്ചി ചോദിച്ചതുപോലെ വീട്ടിൽ നിന്ന് വിളിക്കുകയോ എന്നതേലും പറയുകയോ ചെയ്തോ? അവളുടെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് എബി ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇല്ല എന്ന് തലകുലുക്കി. പിന്നെ എന്നതാ പ്രശ്നം? ഈ കല്യാണത്തിന് മോൾക്ക് താല്പര്യമില്ലേ? ഒരു പതർച്ചയോടെ അവൻ ചോദിച്ചതും അമ്മു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി. ശേഷം അവളുടെ കണ്ണുകൾ അലക്സിന്റെ മുഖത്തേക്ക് പോയി. എബിയുടെ വാക്കുകൾ കൂരമ്പ് പോലെയാണ് അലക്സിന്റെ ചെവിയിലേക്ക് പതിച്ചത്. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. അത് കണ്ട് അവളുടെ ഉള്ളം തേങ്ങി. അവളുടെ മൗനം മറ്റുള്ളവരെ ഭയപ്പെടുത്തി. അമ്മു എന്ന നഷ്ടം ഒരിക്കൽ കൂടി അലക്സ് സഹിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മോളെ, എബിയുടെ ശബ്ദമാണ് അമ്മുവിനെ അലക്സിൽ നിന്ന് നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത്. പറ മോളെ, കല്യാണത്തിന് ഇഷ്ടമല്ലേ നിനക്ക്? എബി വീണ്ടും ചോദിച്ചതും അവൾ തലകുനിച്ച് നിന്നതേയുള്ളൂ. അതുകൂടി കണ്ടതും അലക്സിന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വായ തുറന്ന് എന്തെങ്കിലും പറയടി. അവളുടെ മൗന അസഹ്യമായതും അലക്സ് ദേഷ്യത്തോടെ അവളോട് അലറി. അവൾ പറയില്ലേ ചായ?
അവളുടെ മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് ലീനയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഒരുപാട് ലേറ്റായി ഉറങ്ങിയതുകൊണ്ട് തന്നെ അവിടെ നടന്ന ബഹളങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഉറക്കത്തിലെപ്പോഴും ഞെട്ടി ഉണർന്നപ്പോൾ അടുത്ത അമ്മുവിനെ കാണാതെ അന്വേഷിച്ചു വന്നതായിരുന്നു ലീന അവിടെ. എങ്കിലും അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ അവിടെ എന്താ നടന്നതെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ഇനിയും ഒന്നും പറഞ്ഞില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മു മൗനമായ സാഹചര്യത്തിൽ അവൾ പറയാൻ തീരുമാനിച്ചത്. ലീന നടന്ന് അമ്മുവിന്റെ അടുത്തേക്ക് വന്നു. നീ ഇങ്ങനെ എന്നതേലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ നിനക്ക് കാവലിരുന്നതും. പക്ഷെ ഇന്നത്തെ ക്ഷീണം തളർത്തിയത് കൊണ്ട് എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. ആ നേരം കൊണ്ട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഒളിച്ചോട്ടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നീ അതിലും കടന്നു ചിന്തിച്ചു അല്ലേ? ലീന അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അമ്മു ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. ലീനു. അലക്സ് ലീനയെ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പറമോളെ, എന്നതാ പ്രശ്നം? ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നതാ കാര്യം? അവൻ അവളോട് ചോദിച്ചതും അവൾ എൽസമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ നോട്ടത്തിൽ അവർക്ക് ഭയം തോന്നി. ലീനയുടെ നോട്ടത്തെ പിന്തുടർന്ന റോസിയുടെ മാത്യുച്ചിന്റെയും കണ്ണുകൾ എൽസമ്മയിൽ ചെന്ന് നിന്നു. അവരുടെ കണ്ണുകളിലെ പതർച്ചയും വിളറി വെളുത്ത മുഖവും കണ്ടപ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ലീന. അവളുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കാണാതായതും അലക്സ് അവളെ വീണ്ടും വിളിച്ചു. അവന്റെ വിളി കേട്ട് അവൾ ഒരു നിമിഷം കണ്ണടച്ചു നിന്നിട്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മു ഇപ്പോ എങ്ങനെ ചെയ്യാനുണ്ടായ കാരണം അത് നമ്മുടെ മമ്മി കാരണമാണ് ഇച്ചായ. ലീനയുടെ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും. നീ എന്നതാ മോളെ ഈ പറയുന്നേ? എൽസ എന്നാ ചെയ്തുന്നാ? അവൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതല്ലേ? അലക്സിന്റെയും അമ്മുവിന്റെയും മിന്നുകെട്ടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവളല്ലേ? വല്യമ്മച്ചി സംശയത്തോടെ ചോദിച്ചതും ലീന ഒരു പുച്ഛച്ചിരിയോടെ എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ തീക്ഷ്ണതയേറിയ നോട്ടത്തിൽ പതറി അവർ തലകുനിച്ചു നിന്നു. ആണോ മമ്മി? ഇവരുടെ മിന്നുകെട്ടിൽ മമ്മിക്ക് സന്തോഷമാണോ? ലീന എൽസമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചതും അവർ ഒന്നും പറയാനാകാതെ കുഴങ്ങി. എന്നതാ എൽസെ മോള് പറഞ്ഞതിന്റെ അർത്ഥം? നീ എന്നാ ചെയ്തുന്നാ? വല്യമ്മച്ചി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അവർ ദയനീയമായി അവരെ ഒന്ന് നോക്കി. പറഞ്ഞു കൊടുക്ക് മമ്മി. കുറച്ചു മുന്നേ മമ്മിയും നാൻസിയും കൂടി അമ്മുവിനോട് പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുക്ക്. എല്ലാവരും ഒന്ന് അറിയട്ടെ. അവൾ ഒരു പരിഹാസത്തോടെ പറഞ്ഞു. അപ്പോഴും എൽസമ്മയുടെ മറുപടി മൗനമായിരുന്നു. എന്തേ മമ്മി പറയുന്നില്ലേ? കുറച്ചു മുന്നേ രണ്ടും കൂടി ഘോരം പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. അമ്മു അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇച്ചായൻ അവള് ചേരില്ല, അതൊക്കെ എല്ലാവരും അറിയണ്ടേ. എന്നാലല്ലേ ഇച്ചായ അമ്മുവിനെ ഉപേക്ഷിച്ച് നാൻസിയെ കെട്ടത്തുള്ളൂ. അവൾ അത് പറഞ്ഞതും അലക്സിന്റെ നെറ്റി ചുടിഞ്ഞു. ലീന. അലക്സിന്റെ വിളി കേട്ടാണ് എൽസമ്മയെ ദേഷ്യത്തോടെ നോക്കി നിന്ന ലീന അവനെ ശ്രദ്ധിക്കുന്നത്. പറ മോളെ, മമ്മിയും നാൻസിയും കൂടി അമ്മുവിനോട് എന്നതാ പറഞ്ഞേ? അലക്സ് ചോദിക്കുന്നത് കേട്ടതും അവൾ എൽസമ്മയെ ഒന്ന് നോക്കി. അതിനുശേഷം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഫോൺ വന്നിട്ട് സംസാരിക്കാനായി മുകളിലേക്ക് പോയ അമ്മുവിനെ അന്വേഷിച്ചാണ് ഞാൻ മുകളിലേക്ക് വന്നത്. റൂമിലൊന്നും നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ബാൽക്കണിയിലെ ഡോർ തുറന്നു കിടക്കുന്ന കണ്ടത്. അങ്ങോട്ട് ചെന്നപ്പോഴേക്കും മമ്മി അമ്മുവിനെ തല്ലുന്നതാണ് കണ്ടത്. അതും പറഞ്ഞ് അവൾ എല്ലാവരെയും നോക്കി. എന്നതാ നീ പറഞ്ഞേ? എൽസ അമ്മുമോളെ തല്ലിയെന്നോ? വല്യമ്മച്ചി വിശ്വാസം വരാതെ ചോദിച്ചു. അതിന് അവളൊന്ന് മൂളിയതേ ഉള്ളൂ. ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവരോട് പറഞ്ഞു. അവർ അമ്മുവിനെ ഭീഷണിപ്പെടുത്തിയതും പരിഹസിച്ചതും ഒക്കെ കേൾക്കുന്നോറും അലക്സിന്റെ കണ്ണുകളിൽ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. അവരെല്ലാവരും എൽസമ്മയെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ വാക്കുകൾ കൂരമ്പ് പോലെയാണ് അലക്സിന്റെ ചെവിയിലേക്ക് പതിച്ചത്. അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവിടെ ഇരുന്ന് ചെടിച്ചട്ടി എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. നേരാണോ മമ്മി? ലീന പറഞ്ഞതൊക്കെ നേരാണോ? എന്നിൽ നിന്നും എന്റെ അമ്മുവിനെ അകറ്റാനായി മമ്മി ഇങ്ങനെയൊക്കെ ചെയ്തോ? അവൻ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരുടെ തോളി പിടിച്ച് കുലുക്കിക്കൊണ്ട് ഉറക്കെ ചോദിച്ചു. മോനെ. അവന്റെ കണ്ണുകളിലെ ദേഷ്യവും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ട് അവർ അവനെ ദയനീയതയോടെ വിളിച്ചു. വിളിക്കരുത് മമ്മി. മമ്മി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ അങ്ങനെ വിളിക്കരുത്. അവനൊരു താക്കീതോടെ പറഞ്ഞതും അവർ ഒരു ഞെട്ടലോടെ അവന്റെ കൈകളിലേക്ക് പിടിച്ചു. മോനെ, ഞാൻ നിന്റെ മമ്മയല്ലേ? ഞാൻ നിനക്ക് ദോഷം വരുന്നത് എന്നതെല്ലാം ചെയ്യൂ. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തേ? ഇവള് നിനക്ക് ചേരില്ല മോനെ. ഇവള് പറഞ്ഞതൊക്കെ കള്ളമാണ്. നാൻസി മോൾ അന്വേഷിച്ചറിഞ്ഞുവല്ല. ഇവളുടെ ആദ്യ ഭർത്താവിനെ ചതിക്കുകയായിരുന്നു. പലരുമായി ബന്ധമുള്ള ഇവളെയാണോ നിനക്ക്? ഇനഫ്. അവർ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ അലക്സിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. അവന്റെ അലർച്ചയിൽ എല്ലാവരും ഒന്ന് നടുങ്ങി. ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അവനെ ഇത്രത്തോളം ദേഷ്യത്തിൽ കാണുന്നത്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് കലങ്ങി ദേഷ്യത്തെ വിറച്ചു നിൽക്കുന്ന അലക്സിനെ എല്ലാവരും പേടിയോടെയാണ് നോക്കിയത്. ഇനി ഒരു അക്ഷരം എന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അലക്സിന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. അവനൊരു താക്കീതോടെ പറഞ്ഞതും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. എന്നാൽ അവന്റെ കണ്ണുകൾ അമ്മുവിലായിരുന്നു. അവൾ തലകുനിച്ച് നിൽക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. എൽസമ്മയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ അവളെ അത്രമേൽ തകർത്തിരുന്നു. അവളുടെ മുഖം കാണുന്തോറും അവന്റെ നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു.
എന്തറിയാം നിങ്ങൾക്ക് എന്റെ പെണ്ണിനെ കുറിച്ച്? അലക്സിന്റെ പ്രണയത്തെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്റെ പ്രണയമാണ്. എന്റെ അമ്മു, ഈ അലക്സിന്റെ സ്വന്തം അമ്മു. അവൻ നെഞ്ചി കൈവച്ച് പറഞ്ഞതും അവർ കണ്ണീരോടെ അവനെ നോക്കി നിന്നു. എന്നാൽ അലക്സിന്റെ വായിൽ നിന്നും കേട്ട വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അമ്മു. അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇച്ചായൻ തന്നെ വർഷങ്ങളായി സ്നേഹിച്ചിരുന്നെന്നോ അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കരിനീല കണ്ണുകൾ കാണും തോറും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എന്റെ അമ്മുവിനെ കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. ഈ അലക്സിന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നവളാ എന്റെ അമ്മു. എന്റെ അമ്മുവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നത് പകുതിയിൽ നിർത്തി അവൻ അമ്മുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. 2 അടി മുന്നോട്ട് വെച്ചിട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി എല്ലാവരോടുമായി പറഞ്ഞു, നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം നടന്നിരിക്കണം. അതും പറഞ്ഞ് അവൻ അവളെയും പിടിച്ച് വലിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു. അപ്പോഴും നടന്നതൊന്നും ഉൾക്കൊള്ളാനാവാതെ നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. അലക്സിന്റെ പ്രതികരണം അവരെയെല്ലാം വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. അവൻ എൽസമ്മയോട് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എത്രയൊക്കെ ദേഷ്യം വന്നാലും മുതിർന്നവരോട് ബഹുമാനത്തോടെ മാത്രമേ അവൻ സംസാരിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ളവനാണ് ഇന്ന് തന്റെ സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ എൽസമ്മ ചെയ്ത പ്രവൃത്തി എല്ലാം കൊണ്ടും അവരെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. നിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല എൽസേ. വല്യപ്പച്ചൻ വന്ന് അതീവ ദുഃഖത്തോടെ അവരോട് പറഞ്ഞു. ഞാൻ എന്നാ ചെയ്തോന്ന് അപ്പച്ച? അവന്റെ സന്തോഷത്തെക്കാൾ എനിക്ക് വലുത് അവന്റെ ഭാവി തന്നെയാ. അവനൊരു നല്ല ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? എല്ലാം അവനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. പക്ഷെ എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയില്ല. അവർ കരച്ചിലൂടെ പറഞ്ഞത് എല്ലാവരുടെ മുഖത്ത് അവരുടെ സഹതാപമാണ് തോന്നിയത്. നീ ഇങ്ങനെയായിരുന്നോ നിന്റെ മകനെ സ്നേഹിച്ചത്? അവന്റെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണോ അവനോടുള്ള നിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അതിനുവേണ്ടി ഒരു പാവം പെൺകൊച്ചിന്റെ മനസ്സ് വിഷമിപ്പിച്ചു. ഒരു നിമിഷം അലക്സ് വരാൻ വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആ കൊച്ചിന് എന്നതേലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ മകന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നീ ആലോചിച്ചോ? അമ്മൂമ്മോളെ നഷ്ടപ്പെട്ടപ്പോഴുള്ള അവന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു. വല്യമ്മച്ചി ദേഷ്യത്തോട് എൽസമ്മയോട് പറഞ്ഞു. അതിന് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് മമ്മി പ്രതീക്ഷിച്ചില്ലല്ലോ. മമ്മി വിചാരിച്ചത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് അല്ലേ മമ്മി? അതിനുവേണ്ടിയല്ലേ ഞാൻ വെള്ളം എടുക്കാൻ പോയ നേരം നോക്കി അവൾക്ക് കാശ് കൊണ്ട് കൊടുത്തത്? നീന പരിഹാസത്തോടെ പറഞ്ഞതും അവരുടെ നിയന്ത്രണം വിട്ട് അവർ പൊട്ടിത്തെറിച്ചു. അതെ, അവളെ അവന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്തേ. നീ പറഞ്ഞ പോലെ അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് കരുതിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നാണ് കരുതിയത്. എങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നേനെ. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആരുടെയെങ്കിലും കൂടെ പോയെന്ന് വരുത്തി തീർത്ത് നാളെ അതേ സമയത്ത് നാൻസിയുടെ കഴുത്തി അലക്സിനെ കൊണ്ട് മിന്നു കെട്ടിച്ചേനെ. പക്ഷെ ആ നശിച്ചവൾ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവർ പല്ലെറിമിക്കൊണ്ട് പറഞ്ഞത് മാത്യുച്ചേന്റെ കൈ അവരുടെ കരണത്ത് വീണു. ഇനി ഒരക്ഷരം ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ കൊന്നുകളയും ഞാൻ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേടി പുല്ലേ, ആ ഇരണം കെട്ടവളെ കൂട്ടുപിടിച്ച് എന്റെ പിള്ളേർക്കെതിരെ എന്നതേലും ചെയ്ത കൊന്നുകളയെന്ന് പറയടി. അയാൾ അവരുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിച്ചതും എബിയും മിക്കിയപ്പയും കൂടി വന്ന് അയാളെ പിടിച്ചു മാറ്റി. ഇച്ചായ എന്നെ വേണമെങ്കിലും ചെയ്തു, പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ അവളെ അംഗീകരിക്കുമെന്ന് കരുതണ്ട. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്റെ മകന്റെ ഭാര്യയാകാൻ? സൗന്ദര്യത്തിലും സമ്പത്തിലും നാൻസിമോളുടെ അടുത്തെത്തൂ. ആർക്കും വേണ്ടാതെ എല്ലാവരും ഉപേക്ഷിച്ച ഒരു അനാഥ പെണ്ണാണോ സ്വന്തം മകന് വേണ്ടി ഇച്ചയെ നോക്കിയതിൽ ഏറ്റവും നല്ല പെൺകുട്ടി? അവളെ പോലെ 2ാം കെട്ടുകാരിയാണോ മാളേക്കൽ തറവാടിന്റെ മരുമകളായി വരേണ്ടത്? അവർ പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും അവരുടെ കവളിൽ വീണ്ടും ആത്തിച്ചേന്റെ കൈ പതിഞ്ഞു. അവിടെ നിന്ന് എല്ലാവർക്കും അവരോട് അതിയായ ദേഷ്യം തോന്നി. നിന്നോട് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു അമ്മുമോളെ കുറിച്ച് ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുതെന്ന്. അല്ലെങ്കിൽ തന്നെ അവളുടെ യോഗ്യത അളക്കാൻ നിനക്ക് എന്താണ് അവകാശം? നിന്റെ യോഗ്യത എന്താണ്? നിന്റെ കുടുംബ മഹിമ എന്തായിരുന്നു? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയെ കഴിഞ്ഞ് ജോസഫിന്റെ സാറയുടെ മൂത്ത മകൾ എൽസ ജോസഫിന് മാളിയേക്കൽ തറവാടിന്റെ മരുമകളാകാൻ എന്ത് യോഗ്യതയാണുള്ളത്? പറഞ്ഞ സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മിന്നുകെട്ടിന് മിനിറ്റുകൾക്ക് മുമ്പ് ചെക്കനും കൂട്ടനും കല്യാണം ഒഴിഞ്ഞു പോയപ്പോൾ തകർന്നിരുന്ന നിന്റെ അപ്പന്റെ കണ്ണുനീർ കണ്ടാടി എന്റെ അപ്പച്ചൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയുള്ള നീയാണോ ഇന്ന് മറ്റൊരു പെണ്ണിന്റെ യോഗ്യത അളക്കുന്നത്? അയാൾ അവർക്ക് നേരെ പുച്ഛത്തോടെ പറഞ്ഞതും അവരുടെ കണ്ണിൽ നിന്ന് നിയന്ത്രണമില്ലാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നാളെ അവരുടെ കല്യാണം നടക്കണം. അത് മുടക്കാനായി ഇനി ആരെങ്കിലും എന്നതെങ്കിലും ചെയ്താൽ അവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും, പറഞ്ഞേക്കാം. ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. അയാളുടെ പിറകെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഓരോരുത്തരായി അകത്തേക്ക് കയറി. അവസാനമായി കയറിയ ലീന അവരുടെ അടുത്തെത്തിയതും ഒന്ന് നിന്ന് അവരോടായി പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു മമ്മി. അവളും എന്നെപ്പോലെ ഒരു പെണ്ണാണെന്ന് ഓർത്താൽ മതിയായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി. തകർച്ച പൂർണ്ണമായതുപോലെ എൽസമ്മ ആ വെറും നിലത്ത് മുട്ടുകുത്തിയിരുന്നു.